മ്യൂച്വൽ ഫണ്ട് എത്രമാത്രം സേഫ് ആണ്? അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും റിയൽ എസ്റ്റേറ്റ് കുറച്ചും കൂടെ വർഷങ്ങളിലായി മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ടും റിയൽ എസ്റ്റേറ്റ് വഴി പറയുമ്പോൾ നമുക്കത് മ്യൂച്വൽ ഫണ്ടിന്റെ ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു സ്ഥലം വാങ്ങണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സ്ഥലം നമ്മളെ കാണാതെ മേടിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാവും? ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മൾ എത്ര ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, പറഞ്ഞാൽ പോലും ഒരു നല്ല പ്ലോട്ടാണ്, നമുക്കത് ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ വില കുറവിന് കിട്ടാൻ പോലും സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളിൽ എത്ര പേര് ആ പ്ലോട്ട് കാണാതെ അത് വിശ്വസിച്ച് വാങ്ങാൻ തയ്യാറാവും? സാധ്യത വളരെ കുറവാണ് അല്ലേ? കാരണം നമ്മളുടെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മിനിമം അതിലേക്ക് ഒരു വഴിയുണ്ടോ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനടുത്ത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മാലിന്യ കുമ്പാരം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയാലാണ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങേണ്ടതെന്ന് ഓവർ ദ ഇയേഴ്സ് ആയിട്ട് നമുക്ക് അറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു സ്റ്റോക്കും വാങ്ങേണ്ടത്. ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടതിന് മുമ്പ് ആ കമ്പനി, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പേപ്പർ കമ്പനിയാണോ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇവരുടെ പ്രൊഡക്റ്റ് എന്താണ്, ഇവരുടെ പ്രൊഡക്റ്റ് ഇന്ന് ലാഭമുണ്ടോ, ഇന്നത്തെ പ്രൊഡക്റ്റ് ഇന്ന് റെലവെന്റ് ആണോ? കാരണം നമുക്കറിയാം പല പ്രൊഡക്റ്റുകളും ഇന്നത്തെ എഐയുടെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇറലവന്റ് ആയി മാറുകയാണ്. ഇന്ന് നമുക്ക് ഡിസ്ട്രപ്ഷൻ ആണ്. ഇന്ന് നമുക്ക് റെലവെന്റ് ആയി തോന്നുമെങ്കിലും വിതിൻ ഫ്യൂ ഇയേഴ്സ് ആ പ്രൊഡക്റ്റ് റെലവെന്റ് അല്ലാതെ വരികയും അത് ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. അല്ലെ? ഒരു കമ്പനി ഇപ്പൊ വി-ഗാർഡ് എന്തുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സ് ഇന്നും റെലവെന്റ് ആണ്. അല്ലെ? അപ്പൊ അതിലെ കാലഘട്ടത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൽ അവർ മാറ്റം ഇന്നോവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത പറയുന്നത് മാനേജ്മെന്റ് കോമ്പിറ്റൻസി. അവരുടെ മാനേജ്മെന്റ് ഇത് ഈ ഒരു ലോങ് ടേം വിഷൻ ഉണ്ടോ ഇവർക്ക്, ഇത് ലോങ് ടൈം റൺ ചെയ്യാൻ ഇവർ കോമ്പിറ്റന്റ് ആണോ, ഇവരുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയുണ്ട്, ഇങ്ങനെ നമ്മളൊരു സ്ഥലത്തിൽ വഴിയുണ്ടോ എന്ന് നോക്കുന്ന ഒന്ന്, ലീഗൽ ഫാക്ടേഴ്സ് നോക്കുന്നത് രണ്ട്, മൂന്നാമത് നമ്മളതിന്റെ പരിസര പ്രദേശങ്ങൾ അതിന്റെ വാല്യൂ ഒക്കെ നോക്കുന്നത് പോലെ 4-5 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെയും നോക്കേണ്ടത്. അങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ട് വെൽത്ത് ക്രിയേഷൻ സാധിക്കുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇനി എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യുമ്പോൾ റിസ്ക് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമുക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു ഫണ്ട് മാനേജർ ഉള്ളത്. ഫണ്ട് മാനേജറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മൊത്തം കമ്പനീസിനെ അനലൈസ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റി എന്താണ്, വലിയൊരു ഓഫീസ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. വീണ്ടും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റിൽ പെട്ട ഒരു പേഷ്യന്റിനെ നമ്മളൊരു ഡോക്ടറിന്റെ വീട്ടിലേക്കാണോ കൊണ്ടുപോകുക, ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകുക? ഹോസ്പിറ്റലിലേക്ക് അല്ലെ? ഒരു ഡോക്ടർ ഈക്വലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പേഷ്യന്റ് അവിടെ കൊണ്ടുവന്ന ചിലപ്പോൾ ആ ഡോക്ടർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ല. ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ട് മാനേജർ ഉണ്ട്. ഈ ഫണ്ട് മാനേജറുടെ അണ്ടറിൽ ഒരു റിസർച്ച് അനലിസ്റ്റുകളുണ്ട്. ഈ റിസർച്ച് അനലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓരോ സെക്ടർ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. ബാങ്കിങ് സെക്ടർ അനലൈസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് എക്സ്പെർട്ട് ആയിരിക്കും. അയാളല്ല IT സെക്ടർ അനലൈസ് ചെയ്യുന്നത്. IT സെക്ടർ അനലൈസ് ചെയ്യുന്ന ഒരു IT എക്സ്പെർട്ട് ആയിരിക്കും. അതുപോലെ ഫാർമ ഇൻഡസ്ട്രി അനലൈസ് ചെയ്യുന്ന ഒരു ഫാർമ എക്സ്പെർട്ട് ആയിരിക്കും. ഒരു സെക്ടറിലും എക്സ്പെർട്ട് അല്ലാത്ത നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ IT കമ്പനി അനലൈസ് ചെയ്യും, ആ കമ്പനി എന്താന്ന് പോലും നമുക്കറിയില്ല. കമ്പനിയുടെ പ്രൊഡക്റ്റ് പോലും അറിയാതെയാണ് വാങ്ങിക്കുന്നത്. അറിയാതെ ഏത് സെഗ്മെന്റിലാണ് അറിയാതെയാണ് വാങ്ങിക്കുന്നത്. ഇത് ഫേസ്ബുക്കിൽ വന്നു, ഇത് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ യു ആർ ബൗണ്ട് ടു ലൂസ് യുവർ മണി. അല്ലെ? നമ്മൾ നേരത്തെ ഈ റീറ്റെയിലേഴ്സ് ഇത്തരം ആൾക്കാരുടെ പോകുന്ന പൈസയാണ് മറ്റൊരാളുടെ സമ്പാദ്യം എന്ന് ഓർക്കാനുള്ള ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടായാൽ മതി. അല്ലെ? ഈ ട്രേഡിംഗിൽ നഷ്ടപ്പെടുന്ന ഈ പൈസയാണല്ലോ വേറെ ആൾക്ക് കിട്ടുന്നത്. അത് ട്രേഡിംഗിൽ ഒരാളുടെ നഷ്ടമായിരിക്കും, മറ്റൊരാളുടെ പ്രോഫിറ്റ്. പക്ഷെ ഇൻവെസ്റ്റിംഗിൽ വരുമ്പോൾ അങ്ങനെയില്ല. ഇൻവെസ്റ്റിംഗിൽ വരുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരാൾ പൈസ നഷ്ടപ്പെടണമെന്നില്ല. ഒരു 100 രൂപയ്ക്ക് ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിക്കുന്നു. ഒരു 300-400 രൂപയാകുമ്പോൾ നമ്മളത് വിൽക്കുന്നു. 400 രൂപയ്ക്ക് മേടിച്ച ആൾ പോലും ലോങ് ടൈം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് 1000-ലേക്കും 2000-ലേക്കും വരുന്നു. അപ്പൊ ഇൻവെസ്റ്റിംഗിൽ വേറൊരാളുടെ നഷ്ടമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നൊരു സാധനം ഇല്ല. പക്ഷെ ട്രേഡിംഗിലേക്കാണ് ഇത് കൂടുതലും വരുന്നത്. അപ്പൊ സിബിൻ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു അറിയാത്ത സ്ഥലം പോയിട്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ, ലീഗൽ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ശരിക്കും ആ വാല്യൂ ഉണ്ടോ, ഇതൊന്നും അറിയാതെ നമ്മൾ, അല്ലെങ്കിൽ അവിടെ അപ്രിസിയേഷൻ വരാൻ സാധ്യതയുണ്ടോ എന്നൊന്നും അറിയാതെയാണ് പലപ്പോഴും നമ്മൾ സ്റ്റോക്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നില്ല, സ്റ്റോക്കിൽ നമ്മൾ അതിനെ കണ്ണടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മണ്ടത്തരം സംഭവിക്കാതിരിക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും സത്യത്തിൽ
സ്റ്റോക്കിലല്ലേ ആദ്യം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിലല്ലല്ലോ. അത് അഗെയിൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യുമ്പോൾ അവർ ഈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഗെയിൻസും കുറച്ച് സ്ലോലി ആയിരിക്കും റിഫ്ലക്ട് ആവുക. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദാറ്റ് വിൽ ഓൾവേസ് ബീറ്റ് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്. അതായത് അഗൈൻ ഒരു ക്രിക്കറ്റിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു വിരാട് കോഹ്ലി സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് മിക്കതും ഫണ്ട് മാനേജേഴ്സ് ഫോളോ ചെയ്യാറുള്ളത്. കാരണം അപ്പോഴാണ് അതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത്. റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ന്യൂസുകളിലൂടെ കാണുന്നത് റാപ്പിഡ് ഗ്രോത്തിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ റാപ്പിഡ് ഗ്രോത്ത് നമുക്കും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലിലൂടെയാണ് നമ്മൾ ഡയറക്ട് സ്റ്റോക്സിനെ പലപ്പോഴും ചേസ് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ അവിടെ കണ്ടുവരുന്ന പ്രശ്നം, 1-2 സ്റ്റോക്സിൽ നമുക്ക് ഈ റാപ്പിഡ് ഗ്രോത്ത് കിട്ടുകയും ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ പൈസ പോവുകയും ചെയ്യും. അപ്പോൾ ഓൺ ആൻ ആവറേജ് അല്ലെങ്കിൽ നമ്മൾ ഓൾ ടുഗദർ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വെദർ നമുക്കത് മ്യൂച്വൽ ഫണ്ടിന് ഈക്വലന്റ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓവർ എ ലോങ് ടേം ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അതായത് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെന്റ് അവർ ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ വന്നിട്ട് ആ സെഗ്മെന്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അതിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാരെ അനലൈസ് ചെയ്യാനുണ്ട്. അവർ കൃത്യമായിട്ട് അവർ ആ ടൈം മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ക്ലോസ് ചെയ്യുന്നവരെ അവരതിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ന്യൂസുകൾ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് അവർക്ക് കിട്ടും. കാരണം ഇത് മാത്രമല്ല, ഈ മോണിറ്ററിംഗ് മാത്രമല്ല, ദേ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ CEOs, CFOs, CTOs ഓഫ് ദ കമ്പനീസ്. അപ്പൊ അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ ഇവർക്ക് കിട്ടും. അവരുടെ 5-year വിഷൻ കിട്ടും. ഇപ്പൊ ഇതിൽ എത്ര കമ്പനികളുടെ 5-year വിഷൻ നമുക്കറിയാം. അപ്പൊ ഇവര് ഈ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിനെ മീറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആ കമ്പനിയുടെ 5-year വിഷൻ എന്താണ്, നെക്സ്റ്റ് 5 ഇയറിൽ ഏതൊക്കെ പ്രൊജക്ടുകളാണ് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് അവരുടെ പൈപ്പ് ലൈനിൽ ഉള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ഫണ്ട് മാനേജേഴ്സ് ഒരു ലോങ് ടൈമിലേക്ക് അതിൽ പോകുന്നുള്ളൂ, ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് കോൾ എടുക്കുന്നത്. അപ്പൊ 2 കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ വളരെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഹിഡൽബർഗിന്റെ ഒരു റിപ്പോർട്ട് വന്നു. പക്ഷെ അത് മ്യൂച്വൽ ഫണ്ടിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്ത് കണ്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഡാറ്റ പറയുന്നത് 95% ഓഫ് ദ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ഫണ്ട് മാനേജേഴ്സ് ബൈയിങ് സെല്ലിംഗ് കോൾ എടുക്കുന്നത്. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഫണ്ട് മാനേജേഴ്സിന് there is no buying call അല്ലേ, ഇൻഡെക്സിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ it has to be bought. നിഫ്റ്റി 50 അങ്ങനെ ബൈ ചെയ്തേ പറ്റും. അപ്പൊ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൽ 95% ഓഫ് ദ സ്കീംസിനും അദാനി ഗ്രൂപ്പിന്റെ അദാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനീസിൽ പോലും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ വിച്ച് മീൻസ് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫിനാൻഷ്യൽസിൽ നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് കൺവിൻസ്ഡ് അല്ല. പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഫിനാൻഷ്യൽസിൽ ഫണ്ട് മാനേജേഴ്സ് കംഫർട്ടബിൾ ആകുമ്പോഴാണല്ലോ അവർ ബൈയിങ് കോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുശേഷമാണ് ഈ ടോപ്പ് മാനേജ്മെന്റിനെ മീറ്റ് ചെയ്യുന്നത്, അവരുടെ വിഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിലും ഒരു കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് കോൾ എടുക്കുന്നത്. അവിടെയും തീരുന്നില്ല. ഇനി ഇവർ അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഏതൊരു കമ്പനിയുടെയും ടോപ്പ് മാനേജ്മെന്റിനെ പോയി കണ്ട ഓഫ് കോഴ്സ് അവർ നല്ല നല്ല കാര്യങ്ങളായിരിക്കും പറയുക. ഇവരിത് ക്രോസ് വെരിഫിക്കേഷൻ കൂടെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ they will go and meet their buyers and suppliers. ഈ മെറ്റീരിയൽ കമ്പനിയുടെ ഡീലേഴ്സിനെയും വെൻഡേഴ്സിനെയും. വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് ഭയങ്കര വലിയ പ്ലാൻസ് ഒക്കെയാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് മാർക്കറ്റിൽ പോയി ഇവരുടെ ഒരു റാൻഡം ബേസിൽ ടോപ്പ് 10 ഡീലേഴ്സിനെ എടുത്ത് സംസാരിക്കുമ്പോൾ ടോപ്പ് ഡീലേഴ്സ് പറയാണ് പ്രൊഡക്റ്റ് ഇത്ര അങ്ങോട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് ദിസ് ഈസ് കോൺട്രഡിക്റ്റിംഗ് വാട്ട് ദ മാനേജ്മെന്റ് ഈസ് ടെല്ലിംഗ്. അല്ലെ എന്ന് പറയുന്ന പോലെ ഇനി ഇത് മാത്രമല്ല, ബയേഴ്സും ഡീലേഴ്സും നന്നായി പറഞ്ഞു തന്നെ കരുതുക. ദെൻ കംസ് ദ വെൻഡേഴ്സ്. ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ ടേൺ ഓവർ 30% ഈ വർഷം കൂട്ടണം എന്നുള്ളതായിരിക്കട്ടെ അവരുടെ ടാർഗറ്റ്. വെൻഡേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ വെൻഡേഴ്സ് പറയാണ് അവരുടെ പർച്ചേസ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം കുറഞ്ഞു പോയി. വിച്ച് ബേസിക്കലി മീൻസ് ഈ ടേൺ ഓവർ കൂടാൻ പോകുന്നില്ല. കാരണം ആഗ്രഹം മാത്രമായിരിക്കും. അപ്പോ ഞാൻ എന്റെ ടേൺ ഓവർ കൂടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ പർച്ചേസ് മുമ്പേ കൂടിയിരിക്കണം. പർച്ചേസ് കൂടി അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി അത് ഡീലേഴ്സിലേക്ക് പുഷ് ചെയ്ത് അൾട്ടിമേറ്റ്ലി സെയിൽസിൽ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ സെയിൽസ് ആക്ച്വലി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇത്തരം പല മാർഗങ്ങളുടെയും പല വെരിഫിക്കേഷൻ ഇനിയും കഴിയുന്നില്ല. ഈ കമ്പനിയുടെ ടോപ്പ് മാനേജേഴ്സുമായിട്ട് ദീർഘകാലം ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഫണ്ട് മാനേജേഴ്സ്. അപ്പൊ മുൻകാലങ്ങളിൽ ടോപ്പ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള, അതായത് പാസ്റ്റ് എംപ്ലോയീസ് എന്ന് പറയും,
ഇവരുമായിട്ട് ഇവർക്ക് ഓൾറെഡി നല്ല റിലേഷൻഷിപ്പ് കാണും. ഉം. അപ്പോൾ ഇവർ വഴി ഇന്ററാക്ട് ചെയ്യുന്നത് വഴി ഇവർക്ക് ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോ ഒരു കോമൺ മീഡിയയ്ക്കോ ആക്സസബിൾ അല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. കാരണം ഒരു കമ്പനിയുടെ സിഇഒ ആയിരുന്ന ആള് റിട്ടയർ ആയി ഇപ്പൊ സിഇഒ അല്ലാത്തതിന് ശേഷം അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം ആ പോസ്റ്റിൽ നിന്ന് മാറിയതിനു ശേഷം അവർക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയി സംസാരിക്കാൻ പോലും പറ്റും. അതിനും കൂടുതൽ വേറൊരു കാര്യം കൂടി ഇപ്പൊ ഇതിൽ പറയാതെ പോയൊരു സംഭവം എനിക്ക് തോന്നുന്നത്, ഈ ഫണ്ട് മാനേജേഴ്സ് അവരുടെ ഫണ്ട് ഇതിൽ പാർക്ക് ചെയ്തിരിക്കണം. അതെ, അത് സെബി മാൻഡേറ്റർ ആണ്. അത് എത്ര പെർസെന്റേജ്? അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ 10% അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടിൽ തന്നെ വേണം. അപ്പൊ അവരുടെ പൈസ അവിടെ കിടക്കുന്നുണ്ട്. അതെ, അത് സ്കിൻ ഇൻ ദ ഗെയിം എന്നാണ് സെബി അതിനെ പറയുന്നത്. അപ്പൊ ഇന്ന് ഞാനൊരു ഫണ്ട് മാനേജറാണ്, ഞാനൊരു സ്കീം മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ഞാൻ മാനേജ് ചെയ്യുന്ന സ്കീമിൽ ഞാൻ ചെയ്യണം. അങ്ങനെ പറയുമ്പോഴാണ് ചില സ്റ്റോക്കുകൾ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സ് വിഹിതം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതെ 1%, 2% ഒക്കെ ഉള്ള കമ്പനിയിലാണ് ആൾക്കാർ കൊണ്ടുപോയിട്ട്, അതായത് ഒന്നുകൂടി ചുരുക്കി പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, അതായത് ഒരു കമ്പനിയിൽ അതിന് തുടക്കക്കാരായിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഷെയർ 100-ൽ 1-2% ഉള്ള കമ്പനികളിലാണ് നമ്മുടെ പല ആൾക്കാരും ഒന്നും കാണാതെ പോയിട്ട് ഫണ്ട് കൊണ്ടുപോയി ഇടുന്നത്. കാരണം അവർക്ക് അവരുടെ കമ്പനിയിൽ വിശ്വാസമില്ല, പ്രൊമോട്ടേഴ്സിന് പോലും സ്വന്തം കമ്പനിയിൽ വിശ്വാസമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര വിശ്വാസമില്ലെന്ന് മാത്രമല്ല അവർക്കറിയാം അതിനെ പൈസയാക്കി മാറ്റി എങ്ങനെ എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡൈവേർട്ട് ചെയ്യാന്ന് പറയും. അവരതിനു വേണ്ടി തുടങ്ങിയ കമ്പനി ആയിരിക്കാം. അപ്പൊ ദേ ആർ സക്സസ്ഫുൾ ഇൻ ദെയർ ഒബ്ജക്റ്റീവ്. അത് കണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിയെ പഠിക്കാതെ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ നമ്മുടെ പൈസ കളയുന്നത്. അതെ, പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതായത് 100 കണക്കിന് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് തെരഞ്ഞെടുക്കാൻ പറ്റും? ഇനി ഇൻഡിവിജ്വലിന് തെരഞ്ഞെടുക്കാൻ പറ്റില്ല, ഒരു വെൽത്ത് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് അത് എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും? എനിക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും നല്ലത്? ഇപ്പോൾ നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതിപ്പോ താഴെ പോയി കിടക്കുന്നുണ്ട് കാരണം മാർക്കറ്റ് താഴെ ആയതുകൊണ്ട്. പിന്നെ പലതരത്തിലുള്ള സെക്ടർ ഫണ്ടുകളുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി കോംബോ ഫണ്ട് ഉണ്ട്, അത് കോമ്പിനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ മൈക്രോ ഇതിലുണ്ട്, മിഡ് സെഗ്മെന്റിലുണ്ട്, സ്മോൾ ആൻഡ് മിഡ് സെഗ്മെന്റിലുണ്ട്, ബ്ലൂ ചിപ്പിലുണ്ട്, ഇനി US സ്റ്റോക്കിലുണ്ട്. ICICI ഞാൻ നോക്കിയപ്പോ US ബ്ലൂ ചിപ്പില് ഉണ്ട്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതെ, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള എക്സ്പെർട്ട്ലി ഫണ്ട് മാനേജ് ചെയ്യുന്നവർ വഴി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഏത് ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അത് ഓരോ ക്ലയന്റിനനുസരിച്ചിട്ടാണോ? ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ക്ലയന്റിന്റെ റിസ്ക് പ്രൊഫൈലിംഗ് എന്ന് പറയും. നമ്മളൊരു ക്ലയന്റിനോട് സംസാരിക്കുന്ന വഴി അവരുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആസ്പിറേഷൻസിന്റെ ഒരു ഹൈ ലെവല്, ഇതെല്ലാം വെച്ച് അവരുടെ ഏജ് ഫാക്ടർ, അവരുടെ ഇൻകം ലെവല്, ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ക്ലയന്റിന്റെ റിസ്ക് പ്രൊഫൈൽ അറൈവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളതിനെ ഒരു 3-4 കാറ്റഗറീസ് ആയിട്ട് തിരിക്കും. അഗ്രസീവ് ക്ലയൻസ്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്ലയൻസ്, അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയന്റ്. അതിനുശേഷം ആ ഓരോ റിസ്ക് പ്രൊഫൈലിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അതായത് കൺസർവേറ്റീവ് ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര അധികം സ്കീമുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സ്കീം എങ്ങനെ മാനേജ് ചെയ്യണം എന്നതുകൂടെ മാൻഡേറ്റഡ് ആയിരിക്കും. അത് ആ സ്കീമിൽ തന്നെ റിട്ടേൺ ആണ്. ഈ പർട്ടിക്കുലർ ഫണ്ട് മാനേജർ ഈ സ്കീം മാനേജ് ചെയ്യുന്നത് ഇന്ന സ്റ്റൈലിലാണ്, ഇത് കുറച്ച് ഹൈ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഹൈ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഫണ്ട് അല്ല, ഇതൊരു കൺസർവേറ്റീവ് സ്റ്റൈലിൽ മാനേജ് ചെയ്യുന്ന ഫണ്ടാണ്. അങ്ങനെ അപ്പൊ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഈ ഫണ്ട് മാനേജറെ നമ്മൾ അനലൈസ് ചെയ്യും. ഈ ഫണ്ട് മാനേജറുടെ എക്സ്പീരിയൻസും അവരുടെ പാസ്റ്റ് പെർഫോമൻസും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുമ്പ് ഈ ഫണ്ട് മാനേജർ മാനേജ് ചെയ്തിട്ടുള്ള സ്കീംസ് എന്തൊക്കെയാണ്, അപ്പൊ അന്ന് ഏത് തരത്തിലുള്ള റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് നല്ല ഫണ്ടുകൾ എടുത്ത്, പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും ടോപ്പ് 10 ഫണ്ട്സ്. ഈ ടോപ്പ് 10 ഫണ്ട്സ്, ലാസ്റ്റ് ഇയറിന് ടോപ്പ് 10 ഫണ്ട്സ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടോപ്പ് 10 ഫണ്ട്സ് ആ പർട്ടിക്കുലർ പീരീഡിൽ ടോപ്പ് 10 ഫണ്ട്സ് ആയത് ഇത് ഒരേ രീതിയിൽ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം സെയിം പീരീഡിൽ സെയിം പെർഫോമൻസ് ആണ് ഇവർ ഡെലിവർ ചെയ്തിട്ടുള്ളത്, ടോപ്പ് പെർഫോമൻസ്. അപ്പൊ അവരുടെ മാനേജ്മെന്റ് രീതിയും സിമിലർ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് കണ്ടിട്ടുള്ള, അവർ അതിൽ നിന്ന് 3-4 ഫണ്ട് എടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ വരുന്ന നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് കയറുമ്പോൾ രണ്ടും കയറും, അത് ശരിയാണ്, പക്ഷെ ഇറങ്ങുമ്പോൾ എല്ലാം ഇറങ്ങുകയും ചെയ്യും, കാരണം സ്റ്റൈല് സെയിം ആണ്. അപ്പൊ ഇതിന് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറുള്ളത്, ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ടീം ഫോം ചെയ്യാണ്, ബാറ്റ്സ്മാൻമാരെ മാത്രം വെച്ച് ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല പ്ലേയേഴ്സിനെ വെച്ചാലും മാച്ച് ജയിക്കില്ല.
കാരണം മാച്ച് വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ബൗളേഴ്സും കൂടി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫറൻസ് സ്റ്റൈലിനെ അതെ നമുക്ക് കീപ്പർ വേണം. അപ്പോൾ അതപ്പോൾ ഓവറോൾ ടീം ഉണ്ടാവുള്ളൂ. എന്ന് പറയുന്നത് പോലെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റൈലും വേണം. അതിനകത്തൊരു അഗ്രസീവ് സ്റ്റൈൽ വേണം, അതിനകത്തൊരു കൺസർവേറ്റീവ് സ്റ്റൈൽ വേണം, അതിനകത്തൊരു ഒരു മീഡിയം ബാലൻസ്ഡ് അപ്രോച്ച് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ലെവൽ ഭയങ്കരമായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, റിട്ടേൺസ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ക്ലയന്റിന് കുറച്ചും കൂടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. നേരത്തെ മാർക്കറ്റ് താഴെ പോയി, അപ്പോൾ നമ്മുടെ ഫണ്ടും താഴെ പോയി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ലെവൽ താഴെ പോയിട്ടും ഞങ്ങളുടെ പല ക്ലയൻസിന്റെയും പോർട്ട്ഫോളിയോ 2 മുതൽ 3% കൂടുതൽ താഴെ പോയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ അപ്രോച്ചിന്റെ ഗുണമാണ്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നു 20% 18 12 to 16% താഴെ പോയിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ പോർട്ട്ഫോളിയോ 3 to 4% താഴെ പോയിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയത് എന്താ വെച്ചാല്, നമ്മുടെ ഇവിടെ കൂട്ടിമുട്ടുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇൻഷുറൻസിന്റെ ഏജന്റുമാരായിരിക്കും. അതെ. എന്തുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾക്ക് ഒരു പ്രോപ്പർ ഏജന്റുമാരെ കാണാറില്ല? പിന്നെ കുറെ തട്ടിപ്പുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു ക്രിപ്റ്റോ ഉണ്ട്, ഇവിടെ അതുണ്ട്. ഞാൻ പറഞ്ഞ ക്രിപ്റ്റോനെ മോശമായിട്ടൊന്നും പറയുന്നതല്ല, കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഇത് എന്താന്ന് മനസ്സിലാവാത്ത പല അറിയപ്പെടാത്ത ക്രിപ്റ്റോകൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റൊടത്ത് കൊണ്ട് വെച്ചാൽ MLM. ഞാൻ വളരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് MLM-ന്റെ സ്കീം, പോൺസി സ്കീം. ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് ആൾക്കാർ ഇഷ്ടം പോലെ കോടിക്കണക്കിന് പൈസ കളയാൻ പറ്റുന്നുണ്ട്, അല്ലെ? പക്ഷെ എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവത്തിൽ ഒരു പ്രോപ്പർ ഏജന്റുമാർ നമ്മൾ കാണുന്നില്ല? സത്യത്തിൽ കമ്മീഷൻ കുറവാണോ? തീർച്ചയായിട്ടും. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെ റവന്യൂ ഉണ്ടോ, എവിടെ കമ്മീഷൻ കൂടുതലുണ്ടോ അവിടെ ആളുകൾ കൂടുതലുണ്ട്. ഇപ്പൊ ഇൻഷുറൻസിലൊക്കെ പല സ്കീംസിലും 30% ആണ് കമ്മീഷൻ. അതായത് നമ്മളൊരു ക്ലയന്റ് ഒരു 1 lakh rupees ആ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏജന്റ് ഈസ് ഗെറ്റിംഗ് 30,000 rupees. വേറെ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ക്ലയന്റ് 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഏജന്റ് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ, അതാണ് അതിന്റെ റൈറ്റ് വേർഡ്, ഹി ഈസ് ഗെറ്റിംഗ് അറൌണ്ട് 600 rupees. അത്രേ ഉള്ളൂ. 0.6% ആണ് ഇതിന്റെ കമ്മീഷൻ. 0.6%. ചിലതിൽ 0.8 വരെയൊക്കെ പോയിരിക്കും. അപ്പോൾ അത്ര ഡ്രാസ്റ്റിക് ഡിഫറൻസ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അതിനകത്ത് ഇപ്പൊ ഒന്നും വേണ്ട, നമുക്കൊരു ക്ലയന്റിനെ ഒരു കാർ എടുത്ത് പോയി, ഒന്ന് ക്ലയന്റിന്റെ വീട്ടിൽ പോയി ഇത് നല്ലൊരു സ്കീമാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് മനസ്സിലായി, ഒരു 300-400 പെട്രോൾ അടിക്കണം. അതിനാകെ കിട്ടുന്ന റവന്യൂ എന്ന് വെച്ചാൽ 2 തവണ പോകേണ്ടി വന്നാൽ അത് നഷ്ടമാണ് ആ ബിസിനസ്. അപ്പൊ അവിടെയാണ് റൈറ്റ് പ്രൊഡക്റ്റ് ക്ലയൻസിലേക്ക് എത്താത്തത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഇതിലുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ മന്ത്ലി 10,000 വെച്ച് ചെയ്യുന്നവര് ഒരു 10 പേര്, 20 പേര്, 30 പേര്, അങ്ങനെ ആ വോളിയം കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന. അതെ, നമുക്ക് ബേസിക്കലി അത് ഇപ്പം നമ്മളൊക്കെ ചെയ്തു പോകുന്ന ഒരു മിനിമം ടിക്കറ്റ് സൈസ് വെച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് വയബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഓൺലൈൻ ആപ്പുകളാണ് മ്യൂച്വൽ ഫണ്ട്സിൽ റീറ്റെയിലിൽ ലീഡിംഗ് ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഒരു ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക, പിന്നെ അതിന്റെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ക്ലയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അത്രയും മാർജിൻ തിന്നായതുകൊണ്ടാണ് നമ്മളിലേക്ക്, അല്ലെങ്കിൽ ഈ ക്ലയൻസ് ആ നല്ല ആളുകളുടെ കൂടെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിനിമം ഒരു ടിക്കറ്റ് സൈസിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽത്ത് മാനേജേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടൊരു റിസ്ക് ഉണ്ട്. നമ്മൾ ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലും UP-യിലോ അല്ലെങ്കിൽ ആസാമിലൊക്കെയുള്ള സ്ഥാപനത്തിൽ നമുക്കത് എന്താണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് അറിയില്ല, അവരാരുമായിട്ട് നമുക്ക് വളരെ പരിചയമില്ല. കേരള കമ്പനികൾ വളരെ കുറവാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കേരള കമ്പനികൾ. ഇപ്പോൾ മണപ്പുറാണെങ്കിലും മുത്തൂറ്റാണെങ്കിലും വികാടൊക്കെ ആണെങ്കിൽ വണ്ടർലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് അതെ. എന്നിരുന്നാലും സ്റ്റോക്കിൽ ഒരു റിസ്ക് എപ്പോഴും ഉണ്ട്. അതായത് നിങ്ങൾ അതിനെ ഫുൾ ടൈം നിങ്ങളത് മോണിറ്റർ ചെയ്യാനും, നിങ്ങൾക്കത് കമ്പനികൾ എന്താണെന്ന് കണ്ടുപിടിച്ചെടുക്കാനും, അതായത് പ്രോഫിറ്റ്, അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ അവർ ഫ്യൂച്ചറിൽ നിൽക്കാൻ സാധ്യതയുണ്ടോ, ലോങ് ടൈമിലേക്ക് നമുക്ക് ഇടാൻ പറ്റുമോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നത്. മ്യൂച്വൽ ഫണ്ടിലും ആൾക്കാർക്ക് ഒരു റിസ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ മ്യൂച്വൽ ഫണ്ട് പരസ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സാധനം പോകുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു ഫിയർ ഫാക്ടർ തന്നെയാണ്. എത്രമാത്രം സേഫ് ആണ് മ്യൂച്വൽ ഫണ്ട്? റിസ്ക് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ആ റിസ്കിന്റെ പെർസെന്റേജ്, അല്ലെങ്കിൽ പലതരത്തില് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടല്ലോ, അതെങ്ങനെ ഒന്ന് പറയാം? പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മൾ പല മരുന്ന് മോഡേൺ മെഡിസിൻ കഴിക്കുമ്പോഴും നമുക്കറിയാം ഓരോ മെഡിസിൻ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുള്ളത്. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യുന്നതിന് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ് റൈറ്റ് ഡോസിൽ
മരുന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അലോക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്കീംസിൽ നമ്മൾ എത്ര അലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ചില സ്കീംസ് റൺ ചെയ്യുന്നത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടായിരിക്കാം, കാരണം അവിടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. ചില സ്കീംസ് കൺസർവേറ്റീവ്സിലാണ് റൺ ചെയ്യുന്നത്, അപ്പൊ അവിടെ ചിലപ്പോൾ കിട്ടുന്ന റിട്ടേൺ കുറച്ച് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിനെ എങ്ങനെ ഈ ഫണ്ടിലേക്ക് കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നതിലൂടെ താങ്കൾ നേരത്തെ പറഞ്ഞ റിസ്കിനെ മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്കിനെ എങ്ങനെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ, നമ്മുടെ ജീവിത ചെലവുകൾ ഒരു 7 to 8% ആണ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റോ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നിലവിലില്ല. നിലവില് SBI അക്കൗണ്ടില് 7% ഇപ്പൊ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഏജ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു 0.5% 1% കൂടുതലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതലാണ് നമ്മുടെ അവിടുത്തെ തീർച്ചയായും പൈസയുടെ മൂല്യം കുറയുന്നത്. ഇത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 7% എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രീ ടാക്സ് ആണ്. അതെ. ഇനി അതിൽ നിന്ന് നമ്മുടെ ടാക്സും കൂടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനേക്കാളും വളരെ താഴെയാണ്. അപ്പൊ സത്യത്തിൽ ഈ SBI അക്കൗണ്ടിലൊക്കെ പോയിട്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് ഒരു മനസമാധാനത്തിന് ഇടാമെന്നല്ലാതെ ഇനി അതിൽ സേഫ്റ്റി പറയുകയാണെങ്കിൽ അതും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ 5 ലക്ഷം രൂപ വരെയൊക്കെയല്ലേ ഉള്ളൂ ഇപ്പോ ബാങ്കിന്റെ ഗ്യാരണ്ടി ഉള്ളൂ. അതെ, മറ്റേ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളത് ഓരോ ഇൻഡിവിജ്വലിനും പെർ പാൻ കാർഡ് പെർ ബാങ്ക് ഒരു 5 lakh മാത്രമാണ്. അപ്പൊ നമ്മൾ 1 കോടി ഇട്ടാലും 5 ലക്ഷത്തിനാണ് അവര്. അതെ, ടെക്നിക്കലി സ്പീക്കിംഗ് അങ്ങനെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ബാങ്കുകളൊന്നും പൊളിഞ്ഞ ആരുടെയും പൈസ പോയ ഒരു ഹിസ്റ്ററി നമുക്ക് നിലവിലില്ല. പണ്ടുണ്ട്, കൊച്ചിൻ ബാങ്ക് ഒക്കെ പണ്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് എനിക്ക് ഞാൻ കണ്ട എന്റെ ഒരു ഹിസ്റ്ററിയിൽ വേറൊരു ബാങ്ക് വന്ന് ടേക്ക് ഓവർ ചെയ്യുക, എന്നതിന് ശേഷം ആ ബാങ്ക് നമ്മുടെ പൈസ ഘട്ടങ്ങളായിട്ട് മൊറട്ടോറിയം വരും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ടൈമിൽ കിട്ടിയെന്ന് വരില്ല, പക്ഷെ അതിന് ശേഷമായിട്ട് പൈസ 100% പോകുന്നതിന് പകരം നമുക്ക് തിരിച്ചെടുക്കാൻ. ഒരുപാട് ബാങ്കുകൾ വരുന്നുണ്ട്. ഈ ബാങ്കുകൾ പലതും ട്രാൻസ്പാരന്റ് ആയിട്ടല്ല മുന്നോട്ട് പോണെന്നുള്ളത് ഇപ്പൊ ന്യൂസിലേക്ക് നമ്മളും കാണുന്നുണ്ട് ഇല്ലേ. ഇപ്പൊ കഴിഞ്ഞ വാരം ഒരു ബാങ്ക്, ഞാൻ പേര് പറയുന്നില്ല, അതിന് മുന്നേ വേറൊരു ബാങ്ക്, യെസ് ബാങ്ക് പോലുള്ള ബാങ്ക്. അപ്പോ ബാങ്കും ഇപ്പൊ സേഫ് അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തോന്നുന്നില്ലേ? ആ ഒരു റിസ്ക് എലമെന്റിന്റെ ഒരു ചെറിയ പോർഷൻ അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എത്രമാത്രം അത് റിസ്ക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പൈസ പോകാനുള്ള പ്രോബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഹിസ്റ്ററി വെച്ച് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ബിക്കോസ് RBI ഒരു എഫിഷ്യന്റ് ആയിട്ട് റെഗുലേറ്ററി ബോഡി ആയതുകൊണ്ട് തന്നെ അത് ഇന്റർഫിയർ ചെയ്യും, വേറൊരു ബാങ്കിനെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യിച്ച്. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ് RBIയുടെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ നമ്മുടെ ഈ കേരള ബാങ്കിലൊക്കെ കേൾക്കുന്ന ഈ വാർത്തകളൊക്കെ എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷെഡ്യൂൾഡ് RBIയുടെ കൺട്രോളിലുള്ള ഒരു ബാങ്കും RBIയുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു ബാങ്കും എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. നമ്മൾ പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സുകളെ കുറിച്ചാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബാങ്ക്സ് അല്ല കോപ്പറേറ്റീവ് ബാങ്ക്സും എസ്പെഷ്യലി കോപ്പറേറ്റീവ് സൊസൈറ്റികളും. അവിടെ RBIയുടെ ഇന്റർഫിയറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം RBI അല്ല റെഗുലേറ്റർ. അവിടെ നമ്മുടെ രജിസ്ട്രാർ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്ന അതോറിറ്റിയാണ് അതിന്റെ റെഗുലേറ്ററി അതോറിറ്റി. പക്ഷെ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇതെല്ലാം ബാങ്ക് എന്നുള്ള രീതിയിൽ ഒറ്റ കുടക്കീഴിലാണല്ലോ നമ്മൾ പെട്ടെന്ന് കേട്ടുപോകുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഇഷ്യൂ ആണത്. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് സിബിനോടാണ്, സിബിൻ പോൾ. വെൽത്ത് മാട്രിക്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം എറണാകുളത്ത് ഒരു വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്നു. അദ്ദേഹം ഒരു എംപ്ലോയ് മാനേജറാണ് ഒരു പ്രമുഖ ബാങ്കിന്റെ. അതിൽ നിന്ന് വിട്ട് 40ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആവണം എന്ന് കരുതി ഏകദേശം 36 വയസ്സിൽ റിട്ടയർഡ് ആയ ഒരു മനുഷ്യനാണ്. 36 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പാഷനായ ഈ വെൽത്ത് മാനേജ്മെന്റും ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെ വെൽത്ത് മാട്രിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പൊ എനിക്കറിയാവുന്ന പല ആൾക്കാരും അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു ബിസിനസ് ഗ്രൂപ്പിൽ മെമ്പറാണ്. അപ്പോൾ അതിലുള്ള പലരും അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, വെൽത്ത് മാട്രിക്സിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇത്ര നേരം സംസാരിച്ചതെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുമാനം ഉണ്ടാക്കാം, ലാഭമുണ്ടാക്കാം എന്നറിഞ്ഞാൽ തന്നെ, പക്ഷെ അത് കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകും, ഒരു ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് പോകും. അതേപോലെ നമ്മൾക്ക് ഒരു വെൽത്ത് മാനേജ്മെന്റ് ഒരാളുടെ അടുത്തേക്ക് പോകുന്ന ശീലം വളരെ കുറവാണ് മലയാളികൾക്ക്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാനും നിങ്ങളുടെ അസറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ നിങ്ങളുടെ ലയബിലിറ്റീനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാനും ഇത്തരം ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സിബിനെയോ അല്ലെങ്കിൽ നിങ്ങളോട് വിശ്വാസമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഇത്തരം വെൽത്ത് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് പറയുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് വെച്ചാൽ ഡോക്ടറോട്, വക്കീലിനോട്, വെൽത്ത് മാനേജറോട് നുണ പറയരുത്. താങ്ക് യു. ഇതുവരെ കണ്ടതിന് സന്തോഷം. താങ്ക് യു.